നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 മാസത്തോടടുക്കുന്ന ഗസ ആക്രമണം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യ ശ്രമങ്ങൾ ആരംഭിച്ചതായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. അറബ് ഇസ്ലാമിക് രാഷ്ട്ര നേതൃത്വങ്ങളുമായി ചേർന്നാണ് സൗദി ഇതിന് പരിശ്രമിച്ചു വരുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് സൗദിയുടെ മുഖ്യ ലക്ഷ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സൗദി ഷുറാം കൌൺസിലിന്റെ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കിരീടാവകാശി. വിഷൻ 2030 കീഴിൽ രാജ്യം കൈവരിച്ചു വരുന്ന വികസന കുതിച്ചുചാട്ടങ്ങൾ അദ്ദേഹം ഷുറാം അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. രാജ്യം അത്ഭുതപൂർവമായ വളർച്ചയുടെ പാതയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 50% കൈവരിക്കാൻ കഴിഞ്ഞു. രാജ്യത്തിന്റെ റെക്കോർഡ് GDP വളർച്ചയും എണ്ണ ഇതര മേഖലയുടെ വളർച്ചയും പ്രത്യേകം പരാമർശിച്ചു. 2023 ടൂറിസം മേഖലയിൽ രാജ്യം ചരിത്രപരമായ വളർച്ച രേഖപ്പെടുത്തി. 64% വർധനവ് ഉണ്ടായതായും കഴിയുന്നത്ര തീർത്ഥാടകർക്ക് ഹജ്ജും ഉംറയും സുഗമമാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും വർഷം 1 കോടി ഉംറ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുമെന്നും കിരീടാവകാശി പറയുന്നു. നല്ല അയൽപക്കമായും പ്രാദേശികമായും ആഗോളതലത്തിലും സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം എണ്ണമറ്റ കലാലയങ്ങൾ സ്വന്തമായും UN ഉൾപ്പെടെ നടത്തിയും ഗസയിൽ ഉടനീളമുണ്ട്. എന്നാൽ പഠനം നടത്താനാകാതെ അവയെല്ലാം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി. ഇതിനും ഒരു പരിഹാരം ഈ സൗദിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് മുന്നോട്ട് വെക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. 23 ലക്ഷം ജനസംഖ്യയുള്ള ഗസ തുരുത്തിൽ ഒരു കലാലയത്തിൽ പോലും അക്ഷരപഠനം നടക്കുന്നില്ല എന്നാണ് യുനിസെഫ് വക്താവ് ജൊനാഥൻ ക്രിക് പറയുന്നത്. സ്കൂളുകളിൽ പോകുന്ന 6,25,000 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഗസയിൽ. ഇവരിൽ ഒരാൾ പോലും ഒക്ടോബർ 7 ശേഷം പഠനത്തിനായി സ്കൂളിൽ എത്തിയിട്ടില്ല. എന്നാൽ 7,700 കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു. അവശേഷിച്ചവർ കൊടും പട്ടിണിയിലോ വലിയ രോഗങ്ങൾക്കടിമകളോ ആണ്. ഡിസംബർ പകുതി വരെയുള്ള കണക്കുപ്രകാരം 352 സ്കൂളുകൾ ഇസ്രായേൽ ബോംബിംഗിൽ ചാരമാക്കപ്പെടുകയും ചെയ്തു. അവശേഷിച്ചവയത്രയും അഭയാർത്ഥി കേന്ദ്രങ്ങളുമാണ്. UN അഭയാർത്ഥി ഏജൻസിക്ക് കീഴിൽ മാത്രം 150-ലേറെ വിദ്യാലയങ്ങളാണ് ഇസ്രായേൽ തകർത്ത് കളഞ്ഞത്. 200-ലേറെ അധ്യാപകർ ഇതിനോടകം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. 100 കണക്കിന് പേർ ഗുരുതര പരിക്കുകളുമായി മല്ലിടുന്നവരുമുണ്ട്. ജനസംഖ്യയിൽ 85%-ലേറെയും വീടും കിടപ്പാടവും നഷ്ടമായവരുമാണ്. വൈദ്യുതിയും ഇന്റർനെറ്റും മുടക്കിയതോടെ ഓൺലൈൻ പഠന സാധ്യത പോലും ഇസ്രായേൽ ഇല്ലാതെയാക്കുന്നു എന്നാണ് കുറ്റപ്പെടുത്തൽ. പരസ്പരം ബന്ധപ്പെടാൻ പോലും മിക്കവർക്കും വഴിയില്ലാത്തതിനാൽ ഒന്നിച്ച് പഠിച്ചവർക്ക് ഇനി എന്നെങ്കിലും ഒരേ ക്ലാസ് മുറിയിൽ ഇരിക്കാനാകുമെന്ന പ്രതീക്ഷയും ഇല്ല. അയൽപ്പക്കത്ത് നിരന്തരം മരണം വന്നു പതിക്കുക കൂടി ചെയ്തതോടുകൂടി മാനസികമായി കുട്ടികൾ താളം തെറ്റിയ അവസ്ഥയിലും കുട്ടികളുടെ മാനസിക നില തകരാറിലായതായി ഗസ വരും നാളുകളിൽ നേരിടാവുന്ന വലിയ ആശങ്കയെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു. എന്തായാലും നിലവിൽ ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആരംഭവുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഇതിന് അറബികൾക്ക് അല്ലെങ്കിൽ സൗദിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ അത് ചെയ്യണമെന്നാണ് പലരും അഭ്യർത്ഥിക്കുന്നത്.